എല്ലാവർക്കും മാത്സ് ഗുരുവിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലസ് ടുവിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ഇതിൽ പ്ലസ് വണ്ണിൽ നമ്മൾ കുറച്ച് സെക്ഷൻ പഠിച്ചിട്ടുണ്ട്. ഒരു രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരു സെഷനാണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഇതിനകത്ത് ഈ പ്ലസ് ടു ചാപ്റ്ററിനകത്ത് നിങ്ങൾക്ക് പഠിക്കേണ്ടത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്ന് ടൈപ്സ് ഓഫ് റിലേഷൻ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് റിലേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇതിനകത്ത് പഠിക്കേണ്ടത് ടൈപ്സ് ഓഫ് റിലേഷൻ. അവിടെയും നിങ്ങൾ കുറച്ച് ടൈപ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്ലസ് വണ്ണിലും നിങ്ങൾ കുറച്ച് ടൈപ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു റിലേഷനിൽ. കോൺസ്റ്റന്റ് റിലേഷൻ, അതുപോലെ എന്താണ് എക്സ് സ്ക്വയറിൻ്റെത്, അങ്ങനെ തുടങ്ങിയ കുറച്ച് ഗ്രാഫുകൾ നിങ്ങൾ പരിചയപ്പെട്ടായിരുന്നു. ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഗ്രാഫുകൾ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ടൈപ്സ് ആയിട്ടുള്ള കുറച്ച് റിലേഷനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇവിടെ പഠിക്കുന്നതെന്ന് പറയുന്നത് 3 ടൈപ്പ് റിലേഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഫസ്റ്റ് ട്രാൻസിറ്റീവ് റിലേഷൻ, സിമെട്രിക് റിലേഷൻ, റിഫ്ലെക്സീവ് റിലേഷൻ. 3 റിലേഷനുകൾ. അപ്പോൾ അത് എങ്ങനെ കണ്ടുപിടിക്കാം, അതിൻ്റെ സവിശേഷത എന്താണ്, ഇത് ട്രാൻസിറ്റീവ് ആണോ, ഇത് റിഫ്ലെക്സീവ് ആണോ, ഇത് സിമെട്രിക് ആണോ എന്നെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളതാണ് ഫസ്റ്റ് സെഷനായിട്ട് നിങ്ങൾ പഠിക്കുന്നത്. പ്ലസ് ടു ചാപ്റ്ററിൽ ഫസ്റ്റ് സെഷനായിട്ട് നിങ്ങൾ പഠിക്കുന്നത് ആ ഒരു സെഷനാണ്. രണ്ടാമത്തെ കാര്യമായിട്ട് പഠിക്കുന്നത് ഫംഗ്ഷനെ കുറിച്ചാണ്. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഫംഗ്ഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഫംഗ്ഷനിൽ നിങ്ങൾ പഠിക്കുന്നത് 2-3 ടൈപ്പ് ഫംഗ്ഷനുകൾ തന്നെയാണ് നിങ്ങൾ പരിചയപ്പെടുന്നത്. നിങ്ങൾ പ്ലസ് വണ്ണിലും കുറച്ച് ഫംഗ്ഷനുകൾ പരിചയപ്പെട്ടായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞത് ഫംഗ്ഷനെ കുറിച്ചായിരുന്നു. എന്താണ് എക്സ് സ്ക്വയർ ആയിട്ടുള്ള ഫംഗ്ഷൻ, അപ്പോൾ എങ്ങനെയാണ് വരുന്നത്, ഓഡ് ഫംഗ്ഷൻ, ഈവൻ ഫംഗ്ഷൻ, അപ്പോൾ എന്താണ് ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരും എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ പഠിക്കുന്നത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ 1 ഫംഗ്ഷൻ, 1 ഫംഗ്ഷൻ, 1 ഫംഗ്ഷൻ, 1 ഫംഗ്ഷൻ. ഇതാണ് മെയിനായിട്ട് പഠിക്കുന്ന ഫംഗ്ഷനുകൾ. 1 ഫംഗ്ഷനും 1 ഫംഗ്ഷനും. ദെൻ നിങ്ങൾ ഈ 1 1 ആണെങ്കിൽ, ഒരു ഫംഗ്ഷൻ 1 1 ആണെങ്കിൽ ആ ഫംഗ്ഷനെ എന്തെന്നാണ് പറയുന്നത്, ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് പഠിക്കുന്നു. ഓക്കെ, 1 ഒരു ഫംഗ്ഷൻ 1 1 ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബൈജക്റ്റീവ് ഫംഗ്ഷനാണ്. അപ്പോൾ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിട്ടുള്ളത്, അപ്പോൾ നമ്മൾ അടുത്ത സെഷനിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ടൈപ്സ് ഓഫ് റിലേഷൻ പറഞ്ഞു. അപ്പോൾ ആ ടൈപ്സുകൾ കഴിഞ്ഞതിന് ശേഷം ഫംഗ്ഷനിലോട്ട് വന്നു. ആ ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇത് 1 1 ആണ് എന്ന് പറഞ്ഞു. ഈ 1 1 ആണെങ്കിൽ അതിനെ ബൈജക്റ്റീവ് എന്ന് പറയുന്നു. അപ്പോൾ ബൈജക്റ്റീവ് ആണെങ്കിൽ ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷന് മാത്രമേ ഇൻവേഴ്സ് ഉള്ളൂ എന്ന് പഠിക്കുന്നു. അടുത്തതായിട്ട് പഠിക്കുന്നത് ഇൻവേഴ്സ് എന്താണ്, എങ്ങനെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. അതാർത്ഥം തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷന് ഇൻവേഴ്സ് ഉണ്ടാകണമെങ്കിൽ അത് 1 ഫംഗ്ഷനുമായിരിക്കണം, 1 ഫംഗ്ഷനുമായിരിക്കണം. ദെൻ ഇതിനകത്ത് തന്നെ വരുന്ന ഒരു സെഷനായിട്ട് വരുന്നതാണ് കോമ്പോസിഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. ജസ്റ്റ് നിങ്ങൾ എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. കോമ്പോസിഷൻ എന്ന് പറയുന്ന കാര്യം, അവിടെയും ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ കോമ്പോസിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ അവിടെ കണ്ടുപിടിക്കുന്നത് എഫ് ഓഫ് ജിയും ജി ഓഫ് എഫുമാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ജി ഓഫ് എഫ് കണ്ടുപിടിക്കുമ്പോൾ ഐ എക്സ് എന്ന് പറയുന്ന എക്സിലുള്ള എലമെന്റ് ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് ലഭിക്കുകയാണ്. ദെൻ എഫ് ഓഫ് ജി കണ്ടുപിടിക്കുമ്പോൾ ഐ വൈ എന്ന് പറയുന്ന ടേമായിട്ട് ലഭിക്കുകയാണെങ്കിൽ അവിടെ ഇൻവേഴ്സ് ഉണ്ട് എന്നൊക്കെ നിങ്ങൾ അവിടെ പഠിക്കും. നമ്മൾ ആ സെഷൻ എത്തുമ്പോൾ പഠിക്കാം. നിങ്ങൾ ജസ്റ്റ് എന്താണെന്ന് മാത്രം അറിയുക, കോമ്പോസിഷൻ എന്ന് പറയുന്ന കാര്യം. ദെൻ നാലാമതായിട്ട് പഠിക്കുന്നത്, അടുത്ത ടൈപ്പായിട്ട് പഠിക്കുന്ന, അടുത്ത സെക്ഷനായിട്ട് പഠിക്കുന്നതെന്ന് പറയുന്നത് ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്ന കാര്യം. അടുത്ത ടൈപ്പായിട്ട് പഠിക്കുന്നത് ബൈനറി ഓപ്പറേഷൻ. അപ്പോൾ ഇത്രയും സെഷനാണ് ഈ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് റിലേഷന് എന്താണ്, റിലേഷൻ ടൈപ്സ് ഓഫ് റിലേഷൻ എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന സാധനം തന്നെയാണ്. വളരെ എളുപ്പമാണ് റിലേഷൻ എന്ന് പറയുന്ന സെഷൻ. ദെൻ രണ്ടാമത്തെ സെഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ.
ഈ ഫംഗ്ഷൻ ഫംഗ്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, ഓൺ ടു ഫംഗ്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊക്കെ പറയുന്നതാണ് രണ്ടാമത്തെ സെഷനായിട്ട് നിങ്ങൾ പഠിക്കുന്നത്. ദെൻ മൂന്നാമത്തെ സെഷനായിട്ട് നിങ്ങൾ പഠിക്കുന്നത് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള കാര്യം, ഇൻവേഴ്സ്. നാലാമത്തെ സെഷനായിട്ട് നിങ്ങൾ പഠിക്കുന്നത് കോമ്പോസിഷൻ എന്ന് പറയുന്ന കാര്യം. അഞ്ചാമതായിട്ട് നിങ്ങൾ പഠിക്കുന്നത് ബൈനറി ഓപ്പറേഷൻ. വളരെ ഒരു ചെറിയ ചാപ്റ്ററാണ്, പക്ഷെ കുറച്ച് ഐഡിയകൾ വെച്ചാണ് നമ്മളിത് പറയുന്നത്. പക്ഷെ സിമ്പിളാണ്, പഠിക്കാൻ വളരെ സിമ്പിളാണ്. കുറച്ച് ഐഡിയകൾ വെച്ചാണ് ഓരോന്നും പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ +1 പഠിച്ച ഒരു സെഷൻ, ആദ്യം പഠിച്ച എന്താണ് എന്നൊക്കെ പറയുന്നത്, റിലേഷൻ എന്താണ് എന്നൊക്കെ പറയുന്ന ഒരു സെഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്താണ് റിലേഷൻ എന്ന് പറഞ്ഞാൽ, റിലേഷൻ്റെ മലയാളം എന്ന് പറയുന്നത് എന്താണ്? ബന്ധം എന്നാണ്. റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ബന്ധം. ഓക്കെ, അപ്പോൾ ബന്ധം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഏതെങ്കിലും നമ്മളെ അച്ഛനും നമ്മളും തമ്മിലുള്ള ബന്ധം, അതുപോലെ നമ്മൾ ക്ലാസ്സിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളെ കൂട്ടുകാർ എന്ന് പറയുന്ന ഒരു ബന്ധം, അതുപോലെ ടീച്ചേഴ്സ് എന്ന് പറയുന്ന ബന്ധം, കുട്ടികളും ടീച്ചേഴ്സും എന്ന് പറയുന്ന ബന്ധം, അത് തന്നെയാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അത് തന്നെയാണ്. പക്ഷെ മാത്തമെറ്റിക്കലി അത് പറയുമ്പോൾ നമ്മളൊരു ഡെഫിനിഷൻ അതിന് കൊടുക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് സാർ. എന്താണ്? എ റിലേഷൻ ആർ ഫ്രം എ നോൺ എംപ്റ്റി സെറ്റ് എ ടു എ നോൺ എംപ്റ്റി സെറ്റ് ബി. അതായത് രണ്ട് സെറ്റിലേക്ക് മാത്രമേ റിലേഷൻ കാണിക്കാൻ പറ്റൂ, എയിൽ നിന്ന് ബിയിലേക്ക് എന്ന് പറയുന്ന റിലേഷൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് അർത്ഥം എ എന്ന് പറയുന്ന സെറ്റ് നോൺ എംപ്റ്റി സെറ്റ് ആയിരിക്കണം, ബി എന്ന് പറയുന്ന സെറ്റും നോൺ എംപ്റ്റി സെറ്റ് ആയിരിക്കണം. ഈസ് എ സബ്സെറ്റ് ഓഫ് ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ക്രോസ് ബി obtained by the describing a relationship between the first element x and the second element y of the ordered pairs in a cross b. ഇവിടെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു റിലേഷൻ എന്ന് പറയുന്നത് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയും. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് അതെന്താണെന്ന് നമുക്ക് പറയാം, എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് ഒരു എക്സാമ്പിൾ എടുത്തുകൊണ്ട് പറയാം. അപ്പോൾ റിലേഷൻ നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്തുകൊണ്ട് പറയാം. റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് എയിൽ നിന്ന് ബിയിലേക്ക് ഒരു റിലേഷൻ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അതെന്ന് പറയുന്നത് എ ക്രോസ് ബിയുടെ അകത്ത് വരുന്ന സബ്സെറ്റ് ആയിരിക്കും. എ ക്രോസ് ബിയിൽ വരുന്ന സബ്സെറ്റ് ആയിരിക്കും. അതായത് എ ക്രോസ് ബി എടുക്കുകയാണെങ്കിൽ, ഒരു റിലേഷൻ എഴുതുകയാണെങ്കിൽ അത് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. അതിനകത്ത് വരുന്ന ഒരു എലമെന്റുകളെ അറേഞ്ച് ചെയ്യുന്നത് തന്നെയായിരിക്കും റിലേഷൻ എന്ന് പറയുന്നത്. ദെൻ രണ്ടാമതായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇമേജ് എന്താണെന്നാണ്. ദ ഇമേജ് ഓഫ് ആൻ എലമെന്റ് എക്സ് അണ്ടർ എ റിലേഷൻ. പോകുന്നത് ഇമേജ് എന്താണെന്നാണ് പറയുന്നത്. ഇമേജ് ഓഫ് ആൻ എലമെന്റ് എക്സ് അണ്ടർ എ റിലേഷൻ ആർ ഈസ് ഗിവൺ ബൈ വൈ വേർ x ordered pair x, y element of R അല്ലെങ്കിൽ belongs to R. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു റേഞ്ചിനകത്ത്, ഒരു റിലേഷനകത്ത് സെക്കൻഡ് ആയിട്ട് വരുന്ന എലമെന്റിനെ പറയുന്ന പേരാണെന്ന് പറയുന്നത് ഇമേജ്. ഓർഡേർഡ് പെയർ x, y എടുക്കുകയാണെങ്കിൽ ഈ ഓർഡേർഡ് പെയർ എന്ന് പറയുന്നത് ഈ റിലേഷനകത്ത് വരുന്ന ഒരു എലമെന്റ് ആയിരിക്കും. ഓക്കെ, ദെൻ അതിൽ സെക്കൻഡ് കിടക്കുന്ന എലമെന്റ് ആണ് എന്തെന്ന് പറയുന്നത് ഇമേജ് അല്ലെങ്കിൽ റേഞ്ച് എന്ന് പറയാം. ഇമേജ് അല്ലെങ്കിൽ എന്തെന്ന് പറയാം? റേഞ്ച് എന്ന് പറയാം. ദെൻ രണ്ടാമതായിട്ട് പറയുന്നത് ദ ഡൊമെയിൻ ഓഫ് എ സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെന്റ്സ് ഓഫ് ദ ഓർഡേർഡ് പെയർസ് ഇൻ ദ റിലേഷൻ ആർ. എന്താണ് ഡൊമെയിൻ എന്താണെന്നാണ് പറയുന്നത്. ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഓർഡേർഡ് പെയർ എഴുതുകയാണെങ്കിൽ, ഒരു റിലേഷനിൽ വരുന്ന ഓർഡേർഡ് പെയർ എടുക്കുകയാണെങ്കിൽ അതിൽ ഫസ്റ്റ് കിടക്കുന്ന എലമെന്റിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ഡൊമെയിൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് കിടക്കുന്ന എലമെന്റ് ആണ് എന്തെന്ന് പറയുന്നത് ഡൊമെയിൻ എന്ന് പറയുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇവിടെ എഴുതിയിരിക്കുന്നതിൽ ഈ എക്സ് എന്ന് പറയുന്നതാണ് ഇതിന്റെ ഡൊമെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് പറയുന്നത് ദ റേഞ്ച് ഓഫ് ദ റിലേഷൻ ആർ is the set of all second elements of the ordered pairs in a relation R. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു റേഞ്ച് എന്താണ്. ഒരു ഓർഡേർഡ് പെയർ എഴുതുകയാണെങ്കിൽ, റേഞ്ചിന് റിലേഷനിൽ വരുന്ന ഒരു ഓർഡേർഡ് പെയർ എഴുതുകയാണെങ്കിൽ അതിലെ സെക്കൻഡ് കിടക്കുന്ന എലമെന്റ് ആണ് ഇമേജ് അല്ലെങ്കിൽ റേഞ്ച് എന്ന് പറയാം. ഓക്കെ, ദെൻ അടുത്തത്
നമ്പർ ഓഫ് റിലേഷൻസ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആയി ചോദിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് നമ്പർ ഓഫ് റിലേഷൻസ്. എത്ര നമ്പർ റിലേഷൻ എഴുതാൻ കഴിയും? അപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു റിലേഷൻ സൂചിപ്പിക്കുക, ഒരു റിലേഷനില്ല എത്രമാത്രം റിലേഷൻ സൂചിപ്പിക്കാൻ കഴിയും എന്നുള്ളതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതാണ് നമ്പർ ഓഫ് എ. സെറ്റ് എ എന്ന് പറയുന്നതിനകത്ത് നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് പി എലമെന്റ്സ് ഉണ്ട്. നമ്പർ ഓഫ് ബി എന്ന് പറയുന്ന സെറ്റിനകത്ത് ക്യൂ എലമെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ദെൻ there are 2 raised to pq relations from a to b. എയിൽ നിന്ന് ബിയിലേക്ക് 2 raised to pq റിലേഷൻസ് ആണ് ഉണ്ടാവുക. 2 raised to pq റിലേഷൻസ് ആണ് ഉണ്ടാവുക. ദെൻ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നമുക്ക് ഡയഗ്രാമാറ്റിക്ക് എങ്ങനെ നോക്കാം എന്നുള്ളതാണ് അടുത്തതിലേക്ക് പോകുന്നത്. അപ്പോൾ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ ഡൊമെയിൻ, അതുപോലെ റേഞ്ച് അല്ലെങ്കിൽ ഇമേജ് എന്ന് പറയുന്നത്, അതുപോലെ റിലേഷനെ സൂചിപ്പിക്കുന്നത്, ഇതൊക്കെ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ സെറ്റ് എ എന്ന് പറയുന്നത് 1 2 3 എന്ന് തന്നിരിക്കുന്നു. ദെൻ ബി എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് 1 4 9 10 എന്ന് തന്നിരിക്കുന്നു. ദെൻ എയിൽ നിന്ന് ബിയിലേക്ക്, എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ബി എന്ന് പറയുന്ന സെറ്റിലേക്കാണ് ഇവിടുത്തെ റിലേഷൻ. റിലേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണെന്ന് പറയുന്നത്. റിലേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. ഇവിടുത്തെ റിലേഷൻ സൂചിപ്പിക്കുന്നത് എക്സ് സ്ക്വയർ ആണ്. അതാർത്ഥം എയിൽ നിന്ന് ബിയിലേക്കാണ്. തന്നിരിക്കുന്ന എ എന്ന് പറയുന്ന എലമെന്റിൽ ഏതൊക്കെ ഉണ്ടോ, എ എന്ന് പറയുന്ന സെറ്റിനകത്ത് ഏതൊക്കെ ഉണ്ടോ അതിന്റെ സ്ക്വയർ ആണ് റിലേഷൻ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് വരയ്ക്കാം. ആരോ ഡയഗ്രാം ഉപയോഗിച്ച് വരയ്ക്കുകയാണ്. ദെൻ 1ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അപ്പോൾ 1 1 റിലേഷൻ. ദെൻ അടുത്ത 2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. അപ്പോൾ 2ൽ നിന്ന് 4ലേക്കാണ് റിലേഷൻ. ദെൻ 3 9 ആണ്. 3ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. ദെൻ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടെ കിടക്കുന്ന എ എന്ന് പറയുന്ന സെറ്റ് എഴുതുകയാണെങ്കിൽ, സെറ്റ് എന്ന് പറയുന്നത് 1 2 3, ഇതാണ് എന്തെന്ന് പറയുന്നത്? ഡൊമെയിൻ എന്ന് പറയുന്നത്. ഡൊമെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഡൊമെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഫസ്റ്റ് തന്നിരിക്കുന്ന സെറ്റ് ആണ് ഡൊമെയിൻ എന്ന് പറയുന്നത്. ദെൻ റേഞ്ച് എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്ന സെറ്റ് എടുക്കുകയാണെങ്കിൽ റേഞ്ച് എന്താണെന്നാണ് പറയുന്നത്? ഇവിടെ ഇതുമായിട്ട് തന്നിരിക്കുന്ന ഇമേജ് ഫോം ചെയ്യുന്നത്, ഇവിടുത്തെ റേഞ്ച് ആണ് എഴുതുന്നത്. റേഞ്ചിന്റെ സെറ്റ് ആണ് എഴുതുന്നത്. ഇവിടെ 1 1 അപ്പോൾ 1 എന്ന് പറയുന്നത്. ദെൻ 2 4 അപ്പോൾ 4 എന്ന് പറയുന്നത്. ദെൻ 3 9 അപ്പോൾ 9 എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് റേഞ്ച് എന്ന് പറയുന്നത്. റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഒരു എലമെന്റ് കൊടുക്കുമ്പോൾ അതിന് കിട്ടുന്ന റിസൾട്ട് ഏതാണോ അതാണ് റേഞ്ച് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ബി എന്ന് പറയുന്ന ഫുൾ സെറ്റ് എഴുതുകയാണെങ്കിൽ, എത്രയാണ്? 1 4 9 10. അപ്പോൾ ഈ സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോഡൊമെയിൻ എന്ന് പറയുന്നു. എന്തെന്ന് പറയും? കോഡൊമെയിൻ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഇതിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കോഡൊമെയിൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ റിലേഷനെ സൂചിപ്പിക്കാൻ പറഞ്ഞാൽ റിലേഷൻ R is equal to ഓർഡേർഡ് പെയർ ഏതാണ്? 1 1 1 1, then 2 4 2 4, then 3 9 3 9. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് പോവാം. ഇതാണ് റിലേഷൻ. റിലേഷനിലെ ഫസ്റ്റ് കിടക്കുന്ന എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഡൊമെയിൻ ആണ്. ഫസ്റ്റ് കിടന്ന എലമെന്റ് ആണ് നമുക്ക് എന്തായിട്ട് കിട്ടിയത്? ഡൊമെയിൻ ആയിട്ട് ലഭിച്ചത്. ദെൻ റിലേഷനകത്ത് സെക്കൻഡ് വരുന്ന എലമെന്റ് എന്താണ്? ഇമേജ് അല്ലെങ്കിൽ റേഞ്ച് എന്ന് പറയാം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 1 4 9. ദെൻ ഇത് ഫുള്ളായിട്ട് ഈ സെറ്റ് എഴുതുകയാണെങ്കിൽ, ബി എന്ന് പറയുന്ന സെറ്റ് ഫുള്ളായിട്ട് എഴുതുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കോഡൊമെയിൻ എന്ന് പറയുന്നു. എന്തെന്ന് പറയും? കോഡൊമെയിൻ
ഇതുവരെ പഠിച്ചതെന്ന് പറയുന്നത് നമ്മൾ +1 ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള സെഷനാണ്. ഇതുവരെ പഠിച്ചതെന്ന് പറയുന്നത് +1 ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള സെക്ഷനാണ്. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ക്ലാസിഫിക്കേഷനൊക്കെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ അവിടെ കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ +1 സെക്ഷൻ എടുത്ത് നോക്കുക, യൂട്യൂബിൽ തന്നെ +1 സെഷൻ ഇടുന്നുണ്ട്. അപ്പോൾ അതിലെ റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന പോർഷൻ എടുത്ത് നോക്കുക. ഒരു ഇൻട്രോ ആയിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, അതിൻ്റെ റിലേഷൻ എന്താണെന്ന് പറയുന്നു. ദെൻ ഒരു കാര്യം, നമ്മളിവിടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞായിരുന്നു, അതും കൂടെ ഒന്ന് പറയാം. A ക്രോസ് B ചെയ്യുകയാണ്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് A ക്രോസ് B. A ക്രോസ് B ആണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. എന്താണ്? 1 1 ഒരു എലമെന്റ് ഉണ്ടാവും, 1 1. ദെൻ 1 4 ഉണ്ടാവും, 1 4. അടുത്തത് 1 9 1 9. അടുത്തത് 1 10 1 10. അടുത്തത് എന്തെടുക്കാം? 2 ആയിട്ട് എടുക്കാം, 2 1 2 4 2 9 2 10. ദെൻ അടുത്തത് 3 എന്ന് പറയുന്ന എലമെന്റ് എടുക്കാം, 3 1 3 4 3 9 3 10. അപ്പോൾ ഇതാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഫുള്ളായിട്ട് നമുക്ക് എഴുതാൻ കഴിയുന്ന, സെറ്റിനകത്ത് സൂചിപ്പിക്കാൻ കഴിയുന്ന എല്ലാ റിലേഷനെയും സൂചിപ്പിക്കുകയാണെങ്കിൽ അത് എന്തെന്ന് പറയാം? നമുക്ക് കാർട്ടീഷ്യൻ എന്ന് പറയാം. അപ്പോൾ ഇതിനകത്തുള്ള ഒരു സെറ്റാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് 1 4 2 4 3 9 എന്ന് പറയുന്നത്, 1 1 1 1 എന്ന് പറയുന്നത്. ദെൻ 1 2 4 2 4 എന്ന് പറയുന്നത്. ദെൻ അടുത്തത് 3 9 എന്ന് പറയുന്നത്, 3 9 എന്ന് പറയുന്നത്. അതായത് ഇതെന്ന് പറയുന്നത് ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ എന്തായിരിക്കും? സബ്സെറ്റ് ആയിരിക്കും. കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റ് ആയിരിക്കും. അപ്പോൾ ഏത് റിലേഷൻ എഴുതിയാലും അതെന്ന് പറയുന്നത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റ് ആയിട്ടായിരിക്കും ലഭിക്കുന്നത്. ഇതാണ് നമ്മൾ ആദ്യത്തെ ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞ കാര്യം. ഓക്കെ, അത് നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ദെൻ നമ്മൾ +1 സെഷനിൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ +1 സെഷനിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ കുറച്ച് ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്, റിലേഷനെ കുറിച്ച് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. അത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തിൽ നോക്കുക, +1 ചാപ്റ്ററിൽ കയറി നോക്കുക. അപ്പോൾ അവിടെ എന്തെങ്കിലും ഡൗട്ടായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചോദിക്കാം. അതിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2ാമത്തെ ചാപ്റ്ററിലുള്ള സെഷനായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൽ നോക്കുക. ദെൻ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ടൈപ്സ് ഓഫ് റിലേഷൻ. ടൈപ്സ് ഓഫ് റിലേഷൻ 3 ടൈപ്പുകളാണ് പഠിക്കുന്നത്. അതിലെ 1ാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് റിഫ്ലെക്സീവ്. 2ാമത്തേതെന്ന് പറയുന്നത് സിമെട്രിക്. 1ാമത്തേന്ന് പറയുന്നത് റിഫ്ലെക്സീവ്, 2ാമത്തേന്ന് പറയുന്നത് സിമെട്രിക്. ദെൻ 3 എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ്. ഈ 3 റിലേഷനും ആകുകയാണെങ്കിൽ, അതാർത്ഥം ഒരു റിലേഷൻ എന്ന് പറയുന്നത് റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആകുകയാണെങ്കിൽ ആ റിലേഷനെ നമ്മൾ ഇക്വിവാലൻസ് റിലേഷൻ എന്ന് പറയുന്നു. ഇതാണ് ഇക്വിവാലൻസ് റിലേഷൻസ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സെക്ഷനിലേക്ക് പോകാം. അതിൻ്റെ ഡെഫിനേഷനും അതിൻ്റെ കുറച്ച് കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നമുക്ക് ആ സെക്ഷനിലേക്ക് പോകാം. റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് എന്താണെന്നാ പറയുന്നത്? The relation R on set R on A is called a reflexive. A എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആകണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? A relation A, A element of R for which A element of A. അതായത് A എന്ന് പറയുന്ന എലമെന്റ് അതിനോട് തന്നെ ഒരു എലമെന്റ് ആയിട്ട് വരികയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു സെറ്റ് എടുക്കുകയാണെങ്കിൽ സെറ്റിനകത്ത് എ എന്ന് പറയുന്ന ഒരു സെറ്റ് തരികയാണ്. അതിനകത്ത് 1 1 2 2 then 1 2 2 1 എന്ന് പറയുന്നതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കേണ്ടത്, ഇവിടെ ഉള്ള എലമെന്റുകൾ ഏതൊക്കെയാണ്? 1 2 1 2 എന്ന് പറയുന്ന എലമെന്റ് മാത്രമേ ഉള്ളൂ.
അപ്പോൾ 1 2 എന്ന് പറയുന്ന എലമെന്റ് ഉണ്ടെങ്കിൽ ആ 1 1 എന്ന് പറയുന്ന എലമെന്റും 2 2 എന്ന് പറയുന്ന എലമെന്റും ആ റിലേഷനകത്ത് ഉണ്ടായിരിക്കണം. 1 1 എന്ന് പറയുന്ന എലമെന്റും 2 2 എന്ന് പറയുന്ന എലമെന്റും ആ റിലേഷനകത്ത് ഉണ്ടായിരിക്കണം. അതായത് ഇവിടെ 1 1 ഉണ്ട്, അതുപോലെ 2 2 ഉണ്ട്. അതുകൊണ്ട് ഇതെന്താണ്? റിഫ്ലെക്സീവ് ആണ്. ഇപ്പോൾ സപ്പോസ് ഇവിടെ 1 1 മാത്രമേ ഉള്ളൂ, 2 2 ഇല്ല, എങ്കിൽ ഇത് എന്തല്ല? റിഫ്ലെക്സീവ് അല്ല. ഓക്കെ, അതായത് ഇവിടെ തന്നിരിക്കുന്ന സെറ്റിനകത്ത് ഉണ്ടാവുന്ന എല്ലാ എലമെന്റും അതിനോട് തന്നെ എന്തുണ്ടായിരിക്കണം? ഒരു റിലേഷൻ ഉണ്ടായിരിക്കണം. ആ എലമെന്റ് അതിനോട് തന്നെ റിലേഷനിൽ ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറയുന്നു. സിമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ചേക്കാം, റിഫ്ലെക്സീവ് റിലേഷൻ. രണ്ടാമത്തത് സിമെട്രിക് റിലേഷൻ. എന്താണ് സിമെട്രിക്? R on a non-empty set A is said to be symmetric if A, B element of R ആണെന്ന് പറഞ്ഞു. ഏതോ ഒരു എലമെന്റ് മറ്റൊരു എലമെന്റുമായിട്ട് എന്താണ്? റിലേഷനിലുണ്ട്. ദെൻ അതിനെ തിരിച്ചു വരുന്നതും ആ റിലേഷനകത്ത് ഉണ്ടായിരിക്കണം. അതായത് B, Aയും എന്തായിരിക്കണം? ബിലോങ്സ് ടു R തന്നെയായിരിക്കണം, ആ റിലേഷനകത്ത് തന്നെ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ റിലേഷനെ നമ്മൾ എന്തെന്ന് പറയുന്നു? സിമെട്രിക് എന്ന് പറയുന്നു. സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്നത് ദെൻ ബോഡിയുടെ പേർ 1 2 എഴുതുകയാണെങ്കിൽ അതിനകത്ത് എന്തും ഉണ്ടായിരിക്കണം? 2 1 എന്ന് പറയുന്ന എലമെന്റും ഉണ്ടായിരിക്കണം. 1 2 എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 2 1 എന്ന് പറയുന്ന എലമെന്റും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ എന്തെന്ന് പറയാൻ പറ്റത്തുള്ളൂ? ഇത് സിമെട്രിക് ആണ് എന്ന് പറയാൻ കഴിയത്തുള്ളൂ. ഇപ്പോൾ 1 2 ഉണ്ട്, 2 1 ഇല്ലെങ്കിൽ അതെന്തല്ല? സിമെട്രിക് അല്ല. ഓക്കെ, ദെൻ മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് എന്ന് പറയുന്നതാണ്. എ റിലേഷൻ R is said to be transitive if A, B element of R. A, B എന്ന് പറയുന്നത് ബിലോങ്സ് ടു R ആണെന്ന് പറഞ്ഞു. ആറിലുള്ള റിലേഷനകത്ത് വരുന്ന ഒരു എലമെന്റ് ആണ് A, B എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ B, C അതിനകത്ത് തന്നെ വരുന്ന ഒരു റിലേഷനകത്ത് വരുന്ന ഒരു എലമെന്റ് ആണെങ്കിൽ A, B അതിനകത്തുണ്ട്, ദെൻ B, C ഉണ്ടെങ്കിൽ എന്നാണ്. B, C ഉണ്ടാവണമെന്നില്ല, ഉണ്ടെങ്കിൽ എന്തായിരിക്കണം? ഏതും ഉണ്ടായിരിക്കണം. A, C ഉണ്ടായിരിക്കണം. ഇതിന്റെ ഫസ്റ്റ് എലമെന്റും ഇതിന്റെ ലാസ്റ്റ് എലമെന്റും ഉണ്ടായിരിക്കണം. ദെൻ ഇത് ഇല്ലെങ്കിൽ എന്ത് നോക്കേണ്ട ആവശ്യമില്ല? അടുത്ത ഇത് നോക്കേണ്ട ആവശ്യമില്ല. എന്ത് തന്നെയായിരിക്കും? ട്രാൻസിറ്റീവ് തന്നെയായിരിക്കും. ഇത് ഉണ്ടെങ്കിൽ എന്ന് പറയുന്ന കണ്ടീഷൻ വളരെ പ്രാധാന്യം അറിയിക്കുന്നു. അതായത് ഒരു എ എന്ന് പറയുന്ന റിലേഷൻ തരികയാണ്, ദെൻ 1 2 എന്ന് പറയുന്നത്, ദെൻ 2 3 എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ, 2 3 എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ എന്ത് കാണണം? ഇവിടുത്തെ ഈ എലമെന്റും എന്താണ്? ഫസ്റ്റ് എലമെന്റും ഇവിടുത്തെ ലാസ്റ്റ് എലമെന്റും തമ്മിൽ, അതായത് 1 3 എന്ന് പറയുന്നത് അതിനകത്ത് ഉണ്ടായിരിക്കണം. 1 3 എന്ന് പറയുന്നത് അതിനകത്ത് ഉണ്ടായിരിക്കണം. then ഇവിടെ ഇതില്ലെങ്കിൽ എന്താവശ്യമില്ല? ഇതിന്റെ ആവശ്യമില്ല. ഓക്കെ, ഇതുണ്ടെങ്കിൽ മാത്രം മറ്റത് നോക്കിയാൽ മാത്രം മതി. ഓക്കെ, ഡൗട്ട് ക്ലിയർ ആയി കാണും. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിളിലേക്ക് പോവാം. ഇത് വെച്ചുള്ള ഒരു എക്സാമ്പിളിലേക്ക് പോവാം. എക്സാമ്പിൾ ഇതാണ്, പറയുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും. പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം, നമ്മൾ ഇക്വിവാലൻസ് റിലേഷൻ എന്ന് പറയുന്നത് പറഞ്ഞില്ലായിരുന്നു. ഇക്വിവാലൻസ് റിലേഷൻ എന്താണ്? ഇക്വിവാലൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻ റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവുമാണെങ്കിൽ ഈ മൂന്ന് റിലേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ന് പറയുന്നത് ഇക്വിവാലൻസ് റിലേഷൻ. അതായത് ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് A, എന്ന് പറയുന്നത് ബിലോങ്സ് ടു R ആയിരിക്കണം. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് A, B എന്ന് പറയുന്നത് എലമെന്റ് ഓഫ് R ആണെങ്കിൽ
then എന്തുമായിരിക്കണം, ബി കോമ എ എന്ന് പറയുന്നത് ബിലോങ്സ് ടു ആർ തന്നെയായിരിക്കണം. ദെൻ മൂന്നാമത്തത് പറഞ്ഞത് എ കോമ ബി എന്ന് പറയുന്നത് ബിലോങ്സ് ടു ആർ ആണ്. ദെൻ ബി കോമ സി എന്ന് പറയുന്നത് ബിലോങ്സ് ടു ആർ ആണെങ്കിൽ ഇംപ്ലൈസ് ദാറ്റ് എ കോമ സി എന്ന് പറയുന്നത് എന്തായിരിക്കണം, ബിലോങ്സ് ടു ആർ ആയിരിക്കണം. അപ്പോൾ ഈ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ന് പറയുന്നത് ഇക്വിവാലൻസ് റിലേഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഒരു പ്രോബ്ലത്തിലേക്കാണ് പോകുന്നത്. പ്രോബ്ലം ഇതാണ്. A is equal to 1, 2, 3, etc. to 14. Then A is equal to 1, 2, 3, etc. into 14 എന്ന് പറയുന്നത് റിലേഷനെ സൂചിപ്പിക്കുന്ന ഇക്വേഷൻ. റിലേഷൻ R is equal to x such that റിലേഷൻ ആണ് x, ordered pair x, y such that x is equal to 3x minus y is equal to 0. ഇതാണ് R is equal to x such that ordered pair x, y such that 3x minus y is equal to 0 എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്നത് ഇതങ്ങ് എടുക്കുക. 3x minus y is equal to 0 ഇതാണ് റിലേഷൻ. അങ്ങനെയാണെങ്കിൽ y is equal to എന്തെന്ന് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ 3x is equal to എന്തെന്ന് എഴുതാൻ പറ്റും, y എന്ന് എഴുതാൻ പറ്റും. 3x is equal to y എന്ന് എഴുതാൻ പറ്റും. സെറ്റ് എന്ന് പറയുന്നത് 1 to 14 വരെയാണ്. അപ്പോൾ നമുക്ക് ഓർഡേർഡ് പെയർ ഒന്ന് എഴുതാം. റിലേഷൻ എന്ത് കിട്ടുമെന്ന് എഴുതാം. റിലേഷൻ ദെൻ ഞാൻ ഫസ്റ്റ് 1 എന്ന് പറയുന്ന എലമെന്റ് എക്സിന് പകരം 1 എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ 3 into 1 ആണ്. 3 into 1 that is equal to 3 ആണ്. 3 എന്ന് പറയുന്നതാണ് y. ദെൻ രണ്ടാമത്തെ പറയുന്നത് 2 എന്ന് പറയുന്ന എലമെന്റ് കൊടുത്തു. 2 ദെൻ 2 into 3 എന്ന് പറയുന്നത് 6 ആണ്. ദെൻ അടുത്തത് 3 എന്ന് പറയുന്ന എലമെന്റ് കൊടുത്തു. 3 into 3 എന്ന് പറയുന്നത് 9 ആണ്. അടുത്തത് 4 എന്ന് പറയുന്ന എലമെന്റ് കൊടുത്തു. 4 into 3 എന്ന് പറയുന്നത് 12 ആണ്. ദെൻ അടുത്തത് 5 എന്ന് പറയുന്ന എലമെന്റ് കൊടുത്തു. 5 into 3 എന്ന് പറയുന്നത് 15 ആണ്. ഈ 15 എന്ന് പറയുന്നത് ഈ സെറ്റിനകത്ത് ഉള്ളതല്ല. അതിനാൽ ഈ എലമെന്റ് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഏത് വരെയാണ് സെറ്റ് എന്ന് പറയുന്നത്? 1 3 2 6 3 9 4 12 ഇതാണ് റിലേഷൻ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുക, റിഫ്ലെക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്താണ് 1 1 എന്ന് പറയുന്ന കണ്ടീഷൻ ഇതിനകത്തുണ്ടോ? ഇല്ല. അതില്ലാത്തത് കൊണ്ട് തന്നെ എന്തല്ല, ഇതെന്തല്ല, റിഫ്ലെക്സീവ് അല്ല, നോട്ട് റിഫ്ലെക്സീവ്. എന്താണ് a, നോട്ട് ബിലോങ്സ് ടു R. ഓക്കെ. രണ്ടാമത് എന്താണ് സിമെട്രിക് എന്ന് പറയുന്ന കണ്ടീഷൻ. സിമെട്രിക് 1 3 ഉണ്ടെങ്കിൽ 3 1 ഉണ്ടായിരിക്കണം, തിരിച്ചുള്ളത് ഉണ്ടായിരിക്കണം. ഇവിടെ 1 3 ഉണ്ട്, 3 1 ഉണ്ടോ? ഇല്ല, 3 9 ആണുള്ളത്. അതുകൊണ്ട് എന്തെന്ന് എഴുതുക, a, b എലമെന്റ് ഓഫ് R ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ? b, a എന്ന് പറയുന്നത് എലമെന്റ് ഓഫ് ബിലോങ്സ് ടു R ആയിരിക്കണം. പക്ഷെ ഇവിടുത്തെ കണ്ടീഷൻ അനുസരിച്ച് 1 3 എന്ന് പറയുന്നത് ബിലോങ്സ് ടു R ആണ്. ബട്ട് എന്തല്ല, 3 1 എന്ന് പറയുന്നത് നോട്ട് ബിലോങ്സ് ടു R. അതുകൊണ്ട് ഇതെന്തല്ല, ഒരു സിമെട്രിക്കും അല്ല, റിഫ്ലെക്സീവ് അല്ല. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ട്രാൻസിറ്റീവ് ആണെങ്കിൽ എന്താണ്, 1 3 എന്ന് പറയുന്നത് എലമെന്റ് ആണെങ്കിൽ 3 വേറെ ഏതെങ്കിലും ഒരു എലമെന്റ് ഉണ്ടാവും. 3 9 എന്ന് പറയുന്നത് 1 3 ഉണ്ട്, 3 9 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് കാണണം? 1 9 കാണണം. 1 9 ഇതിനകത്തുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇത് എന്തുമല്ല, ട്രാൻസിറ്റീവും അല്ല. അതായത് എഴുതേണ്ടത് എന്താണ്, 1 3 എന്ന് പറയുന്നത് ബിലോങ്സ് ടു R ആണ്. ദെൻ 3 9 എന്ന് പറയുന്നതും ബിലോങ്സ് ടു R ആണ്. ഇംപ്ലൈസ് ദാറ്റ് എന്തല്ല, 1 9 എന്ന് പറയുന്നത് നോട്ട് ബിലോങ്സ് ടു R. So the relation is not transitive.
അപ്പോൾ ഇതുപോലെയാണ് ഇതിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ചെക്ക് ചെയ്ത് നോക്കേണ്ടത് എന്താണ്? സിമെട്രിക്, ട്രാൻസിറ്റീവ്, റിഫ്ലെക്സീവ്, മൂന്നിൻ്റെ കണ്ടീഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇതിൻ്റെ ക്വസ്റ്റ്യൻ എല്ലാം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, എന്താണ് ഇക്വിവാലൻസ് റിലേഷൻ ആണോ എന്ന് ചോദിക്കാം. അപ്പോൾ എന്താണ് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്? ഈ 3 റിലേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഒരു റിലേഷൻ ഈ 3 ആണെങ്കിൽ അതെന്താണ്? ഇക്വിവാലൻസ് റിലേഷൻ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ